ഒരുപാട് കൂട്ടുകാർ കാത്തിരുന്ന സ്ലാഷർ മൂവിയാണ് ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർ. 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഈ സിനിമയുടെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഏവയാണ്. അവൾ ഇപ്പോൾ അവളുടെ ജന്മനാടായിട്ടുള്ള സൗത്ത് പോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കൂട്ടുകാരിയായിട്ടുള്ള ഡാനിക്കയുടെ എൻഗേജ്മെന്റ് പാർട്ടിക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് അവള്. ഏതൊക്കെ ഡ്രസ്സ് ഇട്ടിട്ടും മതി വരുന്നില്ല. അങ്ങനെ ഒരു ഡ്രസ്സ് അവൾ ഉറപ്പിച്ചു. ഡാനിക്കയുടെ വരൻ മറ്റാരുമല്ല, ഇവരുടെ തന്നെ സുഹൃത്തായിട്ടുള്ള ടെഡിയാണ്. ഇതാണ് ഡാനിക്ക. ഈ കുപ്പി പിടിച്ച് നിൽക്കുന്നവനില്ലേ, അവനാണ് ടെഡി. അപ്പുറത്ത് നിൽക്കുന്നത് മിലോ, നമ്മുടെ ഏവയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് മിലോ. ടെഡിയുടെ അച്ഛനായിട്ടുള്ള ഗ്രാൻഡ് പാർട്ടി നടക്കുമ്പോൾ ഇവർ രണ്ടുപേരെയും പുകഴ്ത്തി പറയുന്നു. അദ്ദേഹം ഈ ഒരു നാട്ടിലെ വലിയൊരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. പാർട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. ഇവര് ഫ്രണ്ട്സ് ഒക്കെ ചുമ്മാ അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇവരത് കാണാനായിട്ട് വലിയൊരു കുന്നിന്റെ മണ്ടയിലേക്ക് പോകാനെന്ന് പറയുകയാണ്. 4 പേരും കൂടി ചേർന്ന് ഇപ്പൊ വണ്ടിയിൽ പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് തൊട്ടടുത്തായിട്ട് 2 പെൺകുട്ടികളെ കാണുന്നത്. അത് ഇവരുടെ തന്നെ ഫ്രണ്ട് ആയിരുന്ന സ്റ്റീവി ആയിരുന്നു. സ്റ്റീവി ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. റീഹാബിലിറ്റേഷൻ സെന്ററിലൊക്കെ പോയിട്ട് ഇപ്പൊ നല്ല കുട്ടിയാണ്. അങ്ങനെ ഇവര് 4 പേരും കൂടി സ്റ്റീവിയെയും ഈ ഫയർ വർക്ക്സ് കാണാനായിട്ട് കൂടെ കൂട്ടുകയാണ്. അങ്ങനെ ദേ ഇപ്പോ 5 എണ്ണം കൂടി കാറിൽ പാട്ടൊക്കെ വെച്ച് അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ടെഡി പറഞ്ഞു, ദേ ഫ്രണ്ടിൽ ഒരാള്. ഇത് കേട്ടതും ഡാനിക്ക പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചവിട്ടി. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ടെഡി എല്ലാവരെയും പറ്റിച്ചതായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് ദേ ഇപ്പോ ഒരു ക്ലിഫ് സൈഡ് റോഡിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ആ ഒരു ഫയർ വർക്ക്സ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ടെഡി ഇപ്പൊ റോഡിന് നടുവിലാണ് നിൽക്കുന്നത്. ദൂരെ നിന്ന് ഒരു കാർ വരുന്നുണ്ട്. ബാക്കിയുള്ള അവന്റെ ഫ്രണ്ട്സ് ഒക്കെ ടെഡിയോട് അവിടെ ഒന്നും മാറി നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷെ ടെഡി ആകട്ടെ തമാശ പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തോ ഭാഗത്തിന് മിലോ അവനെ പിടിച്ചു മാറ്റി. അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കാർ അവനെ ഇടിക്കുമായിരുന്നു. എന്റെ തമാശ ഇത്തിരി കൂടുന്നുണ്ടെന്ന് ടെഡിയോട് മിലോ പറയുകയാണ്. പെട്ടെന്ന് തന്നെ മറ്റൊരു കാറും കൂടി അങ്ങോട്ടേക്ക് വന്നു. പക്ഷെ ആ ഒരു കാറിലെ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടി പെട്ടെന്ന് വെട്ടിച്ചു മാറ്റുകയും ആ കാർ ഇപ്പോ വലിയൊരു താഴ്ചയിലേക്ക് വീഴാനായിട്ട് പോവുകയാണ്. ഇത് കണ്ട എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് ഓടിപ്പോയിട്ട് ആ ഒരു കാറ് പിടിച്ചു നിർത്താനായിട്ടും അതിനുള്ളിലെ ആളെ രക്ഷിക്കാനായിട്ടൊക്കെ നോക്കി. പക്ഷേ ഡോർ മൊത്തം ലോക്കായിരുന്നു. കാറ് പതിയെ പതിയെ കൊക്കയിലേക്ക് വീഴാനായിട്ട് പോവുകയാണ്. എല്ലാവരും കൂടി ചേർന്ന് കാറിന്റെ ബാക്കിൽ ഇപ്പൊ പിടിച്ചിരിക്കുകയാണ്. ടെഡി ആകട്ടെ ഡ്രൈവർ സീറ്റിൽ ഡോർ തുറക്കാനായിട്ട് നോക്കുമ്പോൾ അതിനുള്ളിലുണ്ടായിരുന്ന മനുഷ്യൻ ഇവന്റെ ഷർട്ടിൽ കയറി പിടിക്കുന്നു. അങ്ങനെ ഇവൻ ഈ ഒരു ഷർട്ട് മൊത്തം അഴിച്ചു കളയുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാറിനോടൊപ്പം അവനും താഴേക്ക് വീണേനെ. അങ്ങോട്ടേക്ക് വലിയൊരു താഴ്ചയായിരുന്നു. അയാളെ രക്ഷിക്കാനായിട്ട് ഒരു മാർഗവുമില്ല. ഉടൻ തന്നെ പോലീസിനെ വിളിക്കാനായിട്ട് ഏവ പറയുന്നുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവാറുള്ളതല്ലേ, നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോവാം എന്നാണ് ഡാനിക്ക പറയുന്നത്. പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന് ഏവയും പറയുന്നു. ടെഡി അവന്റെ അച്ഛനായിട്ടുള്ള ഗ്രാൻഡിനെ വിളിച്ച് കാര്യം പറഞ്ഞു. പുള്ളിക്കാരൻ ഒരു പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് തന്നെ പോലീസുകാർ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇവരോട് അവിടെ നിന്ന് മുങ്ങിക്കൊള്ളാനായിട്ട് ടെഡിയോട് അവന്റെ അച്ഛൻ പറയുന്നു. അതനുസരിച്ച് ടെഡി ഇവരെടുത്ത് വന്ന് പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകാം, പോലീസുകാർ വന്നിട്ട് ബാക്കി നോക്കിക്കോളും, നമ്മൾ അടുത്തുള്ള സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്താൽ മതി എന്നും പറഞ്ഞ് ഇവരെല്ലാവരെയും വണ്ടി കയറ്റിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് പകരം ടെഡിയുടെ വീട്ടിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത്. ടെഡിയും ഡാനിക്കയും ഈ കാര്യം ആരോടും നിങ്ങൾ പറയരുതെന്ന് ബാക്കിയുള്ള കൂട്ടുകാരോട് പറയുന്നു. നമുക്കിത് ഇവിടെ വെച്ച് മറക്കാം, എൻ്റെ അച്ഛൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും, നിങ്ങളെ ഇതിലേക്കൊന്നും ആരും വലിച്ചിഴക്കില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം നടന്നെന്ന് നിങ്ങൾ ആരും പുറത്തു പറയരുത്. എല്ലാവർക്കും അത് സമ്മതമായിരുന്നു. പക്ഷേ ഏവയ്ക്കൊഴിച്ച് മനസ്സില്ലാ മനസ്സോടെയാണെന്നുണ്ടെങ്കിലും ഏവയും അതിന് സമ്മതിച്ചു. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. ഏവ വീണ്ടും സൗത്ത് പോർട്ടിലേക്ക് വരികയാണ്. വിമാനത്തിൽ വെച്ച് പരിചയപ്പെട്ട ടൈലർ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി ഏവ സ്നേഹപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. ഏവയുടെ ഈ ഒരു സ്വഭാവം കൊണ്ടാവണം മിലോ അവളെ വേണ്ട എന്ന് വെച്ചത്. അങ്ങനെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ടൈലർ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയും സൗത്ത് പോർട്ടിലേക്കാണെന്ന് പറയുമ്പോൾ അവളെയും കൂടെ കൂട്ടുകയാണ് ഏവ. ഇവരെ രണ്ടുപേരെയും പിക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മുടെ പാവം കാമുകനായിട്ടുള്ള മിലോ ആണ്. ടൈലർ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഒരു ക്രൈം പോഡ്കാസ്റ്റർ കൂടിയാണ്. 1997 കാലഘട്ടത്തിൽ നടന്ന ബെൻ വില്ലിസ് എന്ന് പറയുന്ന ഫിഷർമാന്റെ കൊലപാതക പരമ്പരയെ പറ്റിയിട്ടൊക്കെ റിസർച്ച് ചെയ്യാനായിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഏവ ഇപ്പൊ നാട്ടിലേക്ക് വന്നിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഡാനിക്കയുടെ ബ്രൈഡൽ ഷവർ നടക്കാനായിട്ട് പോവുകയാണ്. ഏവയെ കണ്ട സന്തോഷത്തിൽ ഡാനിക്ക ഒരു കൊച്ചുകുട്ടിയെ പോലെ ഓടി വരികയാണ്. അവളുടെ അടുത്ത് തന്നെയായിട്ട് സ്റ്റീവിയും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പരിചയം പുതുക്കുന്നു. മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ടെഡിയുമായി നമ്മുടെ ഡാനിക്ക വേർപിരിഞ്ഞിരുന്നു. വൈറ്റ് എന്ന് പറയുന്ന ഒരു പണക്കാരനുമായിട്ടാണ് ഡാനിക്കയുടെ വിവാഹം നടക്കാനായിട്ട് പോകുന്നത്. ഇപ്പോഴിതാ ഡാനിക്ക ബ്രൈഡൽ ഷവറിന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റുകളൊക്കെ പൊട്ടിക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ദേ ഇപ്പോ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതെന്താ വല്ല ക്യാഷോ ചെക്കോ മറ്റോ ആണോ? വളരെ സന്തോഷത്തിൽ അവളത് പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിനുള്ളിലായിട്ട് ഒരു എഴുത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർ.
ആ ഒരു ആക്സിഡന്റ് ആണ് പെട്ടെന്ന് ഡാനിക്കയ്ക്ക് ഓർമ്മ വന്നത്. എല്ലാവരും ആകാംക്ഷയോടെ അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഡാനിക്കയോട് ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. ഇതിലൊന്നും എഴുതിയിട്ടില്ല. അപ്പോഴേക്കും വയറ്റ് എന്ന് പറയുന്ന ഡാനിക്കയുടെ കല്യാണച്ചക്കൻ അങ്ങോട്ടേക്ക് വന്നു. ചെക്കന് ഒരു ഉമ്മയ്ക്ക് കൊടുത്തതിന് ശേഷം അവരുടെ കൂട്ടുകാരെ മാത്രം കിച്ചണിലേക്ക് വിളിക്കുകയാണ് ഡാനിക്ക. എന്നിട്ട് ഇത് നിങ്ങളുടെ ആരെങ്കിലും പണിയാണോ? ഇത്തിരി കടന്ന കൈയായി പോയി. ഞാൻ ആ കാര്യങ്ങളൊക്കെ മറന്നു വരികയായിരുന്നു. പക്ഷെ ഇവരാരും ചെയ്ത പണിയായിരുന്നില്ല. അപ്പൊ പിന്നെ ടെഡിയുടെ പണിയാകും എന്നാണ് ഡാനിക്ക പറയുന്നത്. അങ്ങനെ ടെഡിയെ കാണാനായിട്ട് ഇവർ മൂന്നുപേരും വന്നിരിക്കുകയാണ്. നമ്മുടെ ടെഡി ആകട്ടെ അടിച്ച് പൂക്കുറ്റിയായിട്ട് ഒരു ബോട്ടിനുള്ളിലായിരുന്നു. ഡാനിക്ക വളരെ നല്ല രീതിയിൽ പുതിയൊരു ജീവിതം നയിക്കാനായിട്ട് പോവുകയാണ്. നീ വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാ? ഈ ഒരു ബ്രൈഡൽ ഷവറിലേക്ക് നീ എന്തിനാ ഇങ്ങനത്തെ ഒരു ലെറ്റർ അയച്ചത്? ഞാൻ ലെറ്റർ അയച്ചെന്നോ? ഞാൻ ഒന്നും അയച്ചിട്ടില്ലല്ലോ. നിങ്ങൾ വെറുതെ പ്രാന്ത് പറയാതെ ഒന്നിവിടുന്ന് പോയേ എന്ന് പറഞ്ഞ് മൂന്ന് പേരെയും അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ടെഡി. അന്ന് രാത്രിയായപ്പോ ഡാനിക്കയുടെ വീടിന് പുറത്തായിട്ട് ആരോ ഉള്ളതുപോലെ അവൾക്ക് തോന്നുകയാണ്. അവൾ കുറെ നേരം ജനലിന് പുറത്തേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് അവളുടെ പുറകിലായിട്ട് ആരോ വന്നു. പേടിച്ച് വിറച്ച് അവൾ തിരിഞ്ഞു നോക്കിയപ്പോ അത് വയറ്റായിരുന്നു. മോൾക്ക് എന്താ പറ്റിയേ? എന്തിനെങ്ങനെ പേടിക്കുന്നേ? ഞാൻ കൂടെ തന്നെ ഇല്ലേ? മോള് പോയിട്ട് ഒന്ന് കുളിച്ചു ഉഷാറായിട്ട് വാ. ശരി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഡാനിക്ക കുളിക്കാനായിട്ട് പോയി. ഈ തക്കത്തിന് മുഴുക്കുടിയനായിട്ടുള്ള വയറ്റ് അടുക്കളയിലേക്ക് പോയിട്ട് വോഡ്കയും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നിന്ന് സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അവൻ അങ്ങനെ അവിടേക്ക് പോയി നോക്കണോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തുണ്ടായിരുന്ന ലൈറ്റ് ഒക്കെ ഓൺ ആവുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. അവിടെ മൊത്തം ചെക്ക് ചെയ്ത ശേഷം അവൻ വീണ്ടും കിച്ചണിലേക്ക് തന്നെ വരാനായിട്ട് നിൽക്കുമ്പോഴാണ് ആ കൊലയാളി വന്ന് അവന് നേരെ ഒരു സ്പിയർ ഗൺ ഉപയോഗിക്കുന്നത്. അവൻ വയറ്റ് കരയുന്ന സൗണ്ട് ഒന്നും തന്നെ നമ്മുടെ ഡാനിക്ക കേൾക്കുന്നില്ല. അവള് ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കൊടും കൊലയാളി ആകട്ടെ അവന് അടുത്തേക്ക് നടന്നു വരികയാണ്. വേണ്ട വേണ്ട, എന്നെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ വയറ്റ് അയാളോട് കരഞ്ഞു പറഞ്ഞു. പക്ഷെ ഒരു ദയവും ദാക്ഷിണ്യവും ഇല്ലാതെ വയറ്റിനെ അപ്പോൾ തന്നെ അയാൾ തീർത്ത് കളയുന്നു. ഈ കൊലയാളിയുടെ കയ്യിൽ ഒരു ഹുക്ക് ഉണ്ടായിരുന്നു. അതും വെച്ച് നമ്മുടെ വയറ്റിനെ മൃഗീയമായിട്ട് തന്നെ അയാൾ വേട്ടയാടി. കുളിയെല്ലാം കഴിഞ്ഞ് ഡാനിക്ക താഴേക്ക് ഇറങ്ങി വരികയാണ്. ബേബി, ഞാനിപ്പോ ഓക്കെയാണ്. പക്ഷെ ഡാനിക്കയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. ഹാളിലേക്ക് വന്ന അവൾ ഞെട്ടിപ്പോയി. യു ക്യാൻ ഇറേസ് ദ പാസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വയറ്റിന്റെ മൃതദേഹമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് ഡാനിക്ക് കാണാനായിട്ട് വരുന്ന ഫ്രണ്ട്സിനെയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ടെഡിയും അവന്റെ അച്ഛനായിട്ടുള്ള ഗ്രാൻഡും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പുള്ളിക്കാരൻ ഒരു പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് തന്നെ പഴയ കേസ് കുത്തിപ്പൊക്കാതിരിക്കാനായിട്ട് എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ആ ഒരു കേസ് വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ തന്റെ മകനെയും തനിക്ക് നഷ്ടമാവുന്നു അയാൾക്ക് ഉറപ്പാണ്. അങ്ങനെ അന്ന് രാത്രി ഡാനിക്കയ്ക്ക് കൂട്ടായിട്ട് ഇപ്പൊ നമ്മുടെ ഏവയും അവളുടെ വീട്ടിലേക്ക് ചെന്നു. വയറ്റിന്റെ മരണം ഇപ്പോഴും ഡാനിക്കയ്ക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് എന്നും പറഞ്ഞ് ഏവ ഡാനിക്കയെ സമാധാനിപ്പിക്കുന്നു. അടുത്ത ദിവസം ഇവര് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ഇപ്പൊ ചർച്ചയോട് ചർച്ചയാണ്. നമ്മളെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ലെറ്റർ ഒക്കെ ഇട്ട് ചെയ്യുന്നത് ഈ ബെൻ വില്ലിസിനെ പോലുള്ള ആളാണെന്ന് പറയുമ്പോൾ ആരാണ് ബെൻ വില്ലിസ് എന്ന് എല്ലാവരും ചോദിക്കുന്നു. ഏവ അപ്പൊ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അവള് വിമാനത്തിൽ വെച്ച് കണ്ടുമുട്ടിയിരുന്ന ഒരു പോഡ്കാസ്റ്ററായ ടൈലറെ പറ്റി അവൾ തുറന്നു പറഞ്ഞു. 1997 കാലഘട്ടത്തിൽ ബെൻ വില്ലിസ് നടത്തിയിരുന്ന കൊലപാതകങ്ങളൊക്കെ ഏകദേശം ഇതേപോലെയായിരുന്നു. അങ്ങനെ ഏവ ഇപ്പൊ വീണ്ടും ടൈലറിനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ടൈലർ ആകട്ടെ അവളുടെ പോഡ്കാസ്റ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബെൻ എന്ന് പറയുന്ന ആ ഒരു കൊലപാതകയെ പറ്റി അറിയണമെന്ന് ടൈലറിനോട് നമ്മുടെ ഏവ പറഞ്ഞപ്പോ ടൈലർ നേരെ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് 1997 ബെൻ കൊല ചെയ്ത ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എൽസ എന്നായിരുന്നു അവളുടെ പേര്. ആ കൊലപാതകം നടന്ന സ്ഥലത്തേക്കാണ് ഇപ്പൊ ഇവർ രണ്ടുപേരും വന്നിരിക്കുന്നത്. ആരും വരാത്ത ഒരു വിജനമായിട്ടുള്ള സ്ഥലമായിരുന്നു അത്. ടൈലർ ആകട്ടെ ഞാൻ മുകളിലേക്ക് പോയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടുമോ നോക്കട്ടെ പറഞ്ഞിട്ട് മുകളിലേക്ക് പോയി. പക്ഷെ അപ്പോഴേക്കും ആ ഒരു കൊലപാതകി നമ്മുടെ ഏവയുടെ അടുത്തേക്ക് വരികയാണ്. അവൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ട് പോകാനായിട്ട് നോക്കിയെങ്കിലും ഡോറ് തുറക്കാനാവുന്നില്ല. ടൈലറിനോട് രക്ഷപ്പെട്ട് ഓടാനായിട്ട് ഏവ പറയുന്നു. പക്ഷെ അവൾക്കാണെന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. രണ്ടുപേരെയും മാറി മാറി ആ ഒരു സൈക്കോ കില്ലർ വേട്ടയാടുകയാണ്. ഒരുവിധം അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പൊ ഒരു ഹാളിലെത്തി നിൽക്കുകയാണ് രണ്ടുപേരും. പെട്ടെന്നാണ് ഏവയുടെ മുകളിലേക്ക് ഒരു വലിയ കേജ് വന്ന് വീഴുന്നത്. അതോടുകൂടി ടൈലറിനോട് ഓടി രക്ഷപ്പെടാനായിട്ട് ഏവ വീണ്ടും ആവശ്യപ്പെടുന്നു. പക്ഷെ ആ ഒരു കൊലപാതകി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് ടൈലർ ഓടി രക്ഷപ്പെട്ടു. അവിടെ ഒരുപാട് പാവകളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലൂടെ പേടിച്ചു വിറച്ച് പാവൻ ടൈലർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കൊലപാതകി അവളുടെ മുമ്പിലേക്ക് വരുന്നു. ഇത് നീ ആയിരുന്നോ എന്ന് ടൈലർ അപ്പൊ ആ ഒരു കൊലപാതകിയോട് ചോദിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് മരിച്ച ടൈലറിനെ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുന്ന കാഴ്ചയാണ്. അതെല്ലാം തന്നെ പോലീസുകാർ വന്ന് പെട്ടെന്ന് മായ്ച്ചു കളഞ്ഞു. സംഭവം മറ്റൊന്നുമല്ല, ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഇവിടെ അരങ്ങേറുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടൂറിസ്റ്റുകൾ ഈ ഒരു സ്ഥലത്തേക്ക് വരാതാകും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൊലപാതകങ്ങളൊക്കെ തന്നെ പോലീസുകാർ മറ്റുള്ള അധികാരികളുടെ സഹായത്തോട് കൂടിയിട്ട് മറച്ചു വെക്കുന്നത്. പോലീസുകാരൊന്നും തന്നെ ഈ ഒരു കൊലപാതകയെ കണ്ടുപിടിക്കാനായിട്ട് തങ്ങളെ സഹായിക്കില്ലെന്ന് ഇവർക്ക് വ്യക്തമായി. അങ്ങനെ ഏവ ജൂലി ജെയിംസിനെ
കാണാനായിട്ട് പോവുകയാണ്. ജൂലി ജെയിംസ് മറ്റാരുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു കൊലപാതക പരമ്പരയിൽ നിന്ന് ആകപ്പാടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സർവൈവറാണ് പുള്ളിക്കാരി. സൗത്ത് പോർട്ടിൽ നിന്നും മാറി മറ്റൊരു നാട്ടിലാണ് ഇപ്പോൾ താമസം. ഏവ ജൂലി ജെയിംസിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ആദ്യമൊക്കെ തമാശയാണെന്നാണ് ജൂലി ജെയിംസ് വിചാരിച്ചത്. ജൂലി ജെയിംസ് പറയുന്നത് ആ ഒരു ഫിഷർമാന് അല്ലെങ്കിൽ ആ ഒരു കൊലപാതകയ്ക്ക് കൊല്ലപ്പെട്ട സാം കൂപ്പറുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കുമെന്നാണ്. അന്ന് വൈകിട്ട് തന്നെ ടൗൺ ഹാളിൽ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ബന്ധപ്പെട്ട അധികാരികൾ മൊത്തം അവിടെയുണ്ട്. ജനങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ സംശയമാണ്. ഈ ഗ്രാൻഡ് ആണെന്നുണ്ട്, അതായത് നമ്മുടെ ടെഡിയുടെ അച്ഛനുണ്ടല്ലോ, പുള്ളിക്കാരൻ ഇതൊക്കെ കവർ ചെയ്യാണ്. ഈ ഒരു കൊലപാതകം ഇങ്ങനെ നടന്നിട്ടേ ഇല്ല, അന്ന് ആ ചെറുപ്പക്കാരൻ മരിച്ചത് ഒരു ആക്സിഡന്റ് ആണ്, ആ ഒരു ചെറുപ്പക്കാരന്റെ അശ്രദ്ധയില്ലായ്മ കൊണ്ടാണ്, പിന്നെ ഇപ്പൊ മരിച്ചതാണെന്നുണ്ടെങ്കിൽ ടൈലർ തൂങ്ങി മരിച്ചതാണ് എന്നൊക്കെ ആക്കി തീർത്തിരിക്കുകയാണ്. അപ്പോഴേക്കും ഇതിനെതിരെ പറയാനായിട്ട് ജൂലിയുടെ എക്സ് ഹസ്ബൻഡ് ആയിട്ടുള്ള റേ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു പെൺകുട്ടിക്ക് എന്തോ പറയാനുണ്ടല്ലോ, അവർ പറയുന്നതും കേൾക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഏവ എല്ലാവരോടും കൂടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നെ ആ ഒരു കില്ലർ ചേസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് കേട്ടതോട് കൂടിയിട്ട് നാട്ടുകാർക്കൊക്കെ പേടിയായി. പക്ഷെ അപ്പോഴും ഗ്രാൻഡ് ഇതൊരു മറയാക്കി തീർക്കാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫാദറിനെ കണ്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ജൂഡ എന്ന് പറയുന്ന ഒരു ഫാദറെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇവിടെയുള്ള ഈ ഒരു മോശപ്പെട്ട അധികാരികൾക്കെതിരെ സംസാരിക്കാനായിട്ട് ആകപ്പാടി ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നത് റേ മാത്രമായിരുന്നു. അങ്ങനെ റേയോട് തങ്ങളെ അലട്ടുന്ന ആ ഒരു കില്ലറിന്റെ കാര്യം ഇവർ പറഞ്ഞു. നിങ്ങളെ തേടി കില്ലർ വരുന്നതിന് മുമ്പ് നിങ്ങൾ കില്ലറെ കണ്ടുപിടിക്കുക, അതാണ് ചെയ്യേണ്ടത് എന്നാണ് റേ ഇപ്പൊ പറയുന്നത്. അങ്ങനെ നമ്മുടെ ഏവയും മിലോയും സ്റ്റീവിയും എല്ലാവരും കൂടി ചേർന്നിട്ട് മരിച്ചുപോയ സാം ഓടിച്ചിരുന്ന ആ ഒരു കാർ ഉണ്ടല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് കാർ പൊളിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് വരികയാണ്. ഏവയാണെന്നുണ്ടെങ്കിൽ നല്ല അഭിനയം കാഴ്ചവെച്ചു. എന്റെ അനിയൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു, അവന്റെ പേരും വണ്ടിയുടെ നമ്പർ അറിയുമെന്ന് ചോദിക്കുമ്പോൾ വണ്ടിയുടെ നമ്പർ എനിക്ക് അറിയില്ല, കരയണ്ട വണ്ടിയുടെ മോഡൽ ഏതാന്ന് ചോദിച്ചപ്പോൾ അത് മിലോ കറക്റ്റ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർക്ക് ഡീറ്റെയിൽസ് കിട്ടി. ഈ ഫാദർ ജൂഡയുടെ പേരിലായിരുന്നു ഈ ഒരു വാഹനം. ഇതേ സമയം ടെഡിയും ഡാനിക്കയും ആകട്ടെ ഇപ്പോൾ സെമിത്തേരിയിലേക്ക് പോയിരിക്കുകയാണ്. 1997 നടന്ന ആ ഒരു കൊലപാതകത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്ന വിക്ടിംസിന്റെ കല്ലറകളൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയായിട്ട് തന്നെ സാം കൂപ്പറിന്റെ കുഴിമാടവും അവർ കാണുന്നുണ്ട്. അതിന് മുകളിൽ വെച്ചിരിക്കുന്ന പൂക്കളൊക്കെ പുതിയതായിരുന്നു. അതിനർത്ഥം ആരോ കുഴിമാടം കാണാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ CCTV ഫുട്ടേജ് ഒക്കെ എടുക്കാനായിട്ട് സെക്യൂരിറ്റിയോട് ഡാനിക്കയും ടെഡിയും ആവശ്യപ്പെട്ടു. ഈ സെക്യൂരിറ്റി ആകട്ടെ അത് എടുത്തോണ്ടിരിക്കുമ്പോൾ കൊലപാതകി അങ്ങോട്ടേക്ക് വന്നിട്ട് സെക്യൂരിറ്റിയെ അടിച്ച് നിലംപരിശാക്കുന്നു. ഏകദേശം 1 മണിക്കൂറായി ടെഡിയും ഡാനിക്കയും അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ടെഡി അങ്ങനെ അകത്തേക്ക് കയറി നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. ഇപ്പോൾ ഡാനിക്ക മാത്രം അവിടെ ഒറ്റയ്ക്കാണ്. കുഴിമാടത്തിലൊക്കെ അങ്ങും ഇങ്ങായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം തന്നെ ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇവളിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് ഇവളുടെ പുറകിലായിട്ട് ആ ഒരു കൊലപാതകി വരുന്നത്. പേടിച്ചു വിറച്ച ഡാനിക്ക ഈ ഒരു കൊലപാതകിയിൽ നിന്നും രക്ഷപ്പെട്ട് ഒരു ഗ്യാരേജിലേക്ക് കയറുകയാണ്. ശബ്ദമുണ്ടാക്കാതെ ഒരു സ്ഥലത്ത് കയറി ഡാനിക്ക ഒളിച്ചിരുന്നു. പക്ഷേ ഈ ഒരു കൊലപാതകിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഡാനിക്കയ്ക്ക് കരച്ചിലും പേടിയൊക്കെ ഒരുപോലെ വരുന്നുണ്ട്. അയാളുടെ ബൂട്ടിന്റെ ശബ്ദം അത്രയ്ക്കും ഭയാനകമായിരുന്നു. അധികം വൈകാതെ തന്നെ ഡാനിക്ക ഇരിക്കുന്ന സ്ഥലം ആ ഒരു കൊലപാതകി കണ്ടുപിടിച്ചു. അതിനുശേഷം ഡാനിക്കയെ ഉപദ്രവിക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ടെഡി അങ്ങോട്ടേക്ക് വന്നു. ഉടൻ തന്നെ ആ ഒരു കൊലപാതകി അവിടെ നിന്നും ഓടിപ്പോയി. പിന്നീട് കാണിക്കുന്നത് ജൂലി ജെയിംസിനെയാണ്. പുള്ളിക്കാരിയുടെ ഫോണിലൊക്കെ അലേർട്ട് സിസ്റ്റം ഒക്കെ ഉണ്ട്. അതായത് ഈ ഒരു വീടിന് ചുറ്റും സെൻസർ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും എങ്ങോട്ടെങ്കിലും നടന്നു പോയാൽ പോലും അവളുടെ ഫോണിൽ കാര്യങ്ങളൊക്കെ മുഴങ്ങും. ഇപ്പോഴിതാ വീടിന്റെ പുറകുവശത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നു. പിന്നീട് ഫ്രണ്ടിൽ നിന്ന് കേൾക്കുന്നു. അവളങ്ങനെ പോയി നോക്കുമ്പോൾ അത് റേ ആയിരുന്നു. റേ എന്ന് പറയുന്നത് നമ്മുടെ ജൂലി ജെയിംസിന്റെ എക്സ് ഹസ്ബൻഡ് ആണ്. സംഗതി രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുംപിടിയാണെന്നുണ്ടെങ്കിലും ഇവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് റേ വീട്ടിലേക്ക് വന്നത്. ടെഡി ഡാനിക്കയെ രക്ഷിച്ചോട് കൂടിയിട്ട് ഇപ്പൊ എല്ലാവരും ഡാനിക്കയോടൊത്ത് അവളുടെ വീട്ടിലാണ്. ഇനി ആരും ഒറ്റയ്ക്കും എവിടെയും പോകണ്ട എന്നാണ് എല്ലാവരുടെയും തീരുമാനം. ഇപ്പോഴിതാ എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി. ടെഡി മാത്രം പോയിട്ടുണ്ടായിരുന്നില്ല. ടെഡിയോട് തന്റെ കൂടെ കിടക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് ഡാനിക്ക. മറുവശത്ത് മിലോയും ഏവയും തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് സ്നേഹപ്രകടനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവ അറിയാതെ തന്റെ മുൻകാല പരിചയത്തിന്റെ പുറത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. ഇത് കേട്ട് ഇതിനു മുമ്പും ഇവൾ ഈ ഒരു പരിപാടികളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള മിലോ പുറത്തേക്ക് പോകുന്നു. അല്ല, ചിലപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഫാഷൻ ആയിരിക്കും എന്നും പറഞ്ഞ് അവൻ വീണ്ടും റൂമിലേക്ക് കയറാനായിട്ട് പോകുമ്പോഴാണ് ഈ ഒരു ഫിഷർമാൻ കൊലപാതകി വന്നിട്ട് അവന്റെ കഴുത്തിൽ കയറിട്ട് കുരുക്കുന്നത്. തൽക്ഷണം മിലോ മരണപ്പെട്ടു. മിലോയോട് സോറി പറഞ്ഞ് ഏവയാകട്ടെ ഇപ്പൊ ഫോണിൽ അവന് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. പക്ഷെ കൊലപാതകിയാണ് അതെല്ലാം തന്നെ അറ്റൻഡ് ചെയ്യുന്നത്. ഏവ വിചാരിച്ചിരിക്കുന്നത് അവൻ തന്നോട് പിണങ്ങിയിട്ട് കാറും എടുത്ത് വീട്ടിലേക്ക് പോവുകയാണെന്നാണ്. അടുത്ത ദിവസം തന്നെ ഏവയും ഡാനിക്കയും കൂടി ചേർന്ന് ജൂത എന്ന് പറയുന്ന ആ ഒരു ഫാദറിനെ കാണാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് ഫാദർ ജൂത അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡാനിക്ക ബാത്റൂമിൽ പോകാനുണ്ടെന്നും പറഞ്ഞിട്ട് ഫാദർ ജൂതയുടെ ഓഫീസ് റൂമിലേക്ക് കയറുകയാണ്. അവിടെ നിന്നും സാം കൂപ്പറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്താനാവുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. പക്ഷെ അപ്പോഴേക്കും ഇവരെ ഞെട്ടിച്ചുകൊണ്ട് ഫാദർ ജൂത അങ്ങോട്ടേക്ക് വന്നു. ഓഫീസ് റൂമിലേക്ക് പോയിട്ട് ഫാദർ ജൂതയ്ക്ക്
എന്തോ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഡാനിക്ക അവിടെ ഒളിച്ചു നിന്നു. പക്ഷെ അവിടെ വെച്ചിരുന്ന ഒരു ബുക്കിൽ നിന്ന് സാം കൂപ്പറുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ് ജൂത എന്ന് അവൾക്ക് മനസ്സിലായി. അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഏവയും ഡാനിക്കയും നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. എന്നിട്ട് ഈ ഒരു ജൂത ശരിയല്ല എന്നും അയാളെ പറ്റി അന്വേഷിക്കണമെന്നും പോലീസിനോട് ആവശ്യപ്പെടുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ടെഡ്ഡിയെയാണ്. അവനിപ്പോ സ്റ്റീം ബാത്ത് ചെയ്യാനായിട്ട് പോവുകയാണ്. അവന്റെ അടുത്തായിട്ട് തന്നെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാളെ കാണാനില്ല. മാത്രമല്ല അതിന്റെ ഡോറിലായിട്ട് യു ആർ നെക്സ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. മറുവശത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി പറയാനായിട്ട് പോയിട്ടുണ്ടായിരുന്ന ഇവർ രണ്ടുപേരെയും ഇപ്പോൾ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് പോലീസുകാര്. ഇതേ സമയം സ്റ്റീവി ആണെന്നുണ്ടെങ്കിൽ അവളുടെ ബോസ് ആയിട്ടുള്ള റേയെ കാണുന്നു. റേയുടെ കമ്പനിയിലാണ് സ്റ്റീവി വർക്ക് ചെയ്യുന്നത്. മറുവശത്ത് ഫയർ വർക്സ് ഒക്കെ കണ്ടുകൊണ്ട് ടെഡ്ഡി രണ്ടെണ്ണം അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ഓട്ടോമാറ്റിക് ഡോർ താനെ തുറക്കുന്നതും താനെ അടയുന്നതും അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് ശരിയാക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നപ്പോ ഈ ഒരു കൊലപാതകി വന്നിട്ട് അവനെ ഉപദ്രവിക്കുകയാണ്. ആദ്യമൊക്കെ ടെഡ്ഡി ഈ ഒരു കൊലപാതകിക്ക് ഇട്ടിട്ട് നല്ല പഞ്ച് കൊടുത്തു. പക്ഷേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കൊലപാതകിയാകട്ടെ ഇപ്പോൾ ടെഡ്ഡിയെ പൂർണ്ണമായി കീഴ്പ്പെടുത്തി. ടെഡ്ഡിയുടെ അച്ഛനായിട്ടുള്ള ഗ്രാൻഡ് ആകട്ടെ വെള്ളം അടിച്ചുകൊണ്ട് പാട്ടൊക്കെ ഉറക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മകന്റെ കരച്ചിൽ അദ്ദേഹം കേട്ടില്ല. പിന്നീട് കുറെ കഴിഞ്ഞ് സംശയം തോന്നിയ ഗ്രാൻഡ് ആകട്ടെ പുറത്തേക്ക് വന്നപ്പോൾ തന്റെ മകൻ അവിടെ ക്ഷീണിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോഴേക്കും ഗ്രാൻഡിനെയും ആ ഒരു കൊലപാതകി വന്ന് കീഴ്പ്പെടുത്തുന്നു. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന നമ്മുടെ ഡാനിക്കയാണ്. അവളിപ്പോ ഒരു സ്വപ്നം കാണുകയാണ്. മുൻപ് ബെൻ വില്ലിസ് കൊന്നിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ മുൻപത്തെ കൊലപാതകങ്ങളിൽ മരിച്ചിട്ടുണ്ടായിരുന്ന ഒരു വിക്ടിം അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ ഞെട്ടിയുണരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരോട് അവിടെ നിന്ന് പൊക്കോടാനായിട്ട് പോലീസുകാർ പറഞ്ഞു. അങ്ങനെ ഇപ്പോ ടൗണിലേക്ക് എത്തിയ എവയും ഡാനിക്കയും ഒരു കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. കൊലപാതകി ഗ്രാൻഡിനെയും മകനായിട്ടുള്ള ടെഡ്ഡിയെയും ഇപ്പോ പൊതുസ്ഥലത്ത് കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. റേ ഇവരോട് മൂന്നുപേരോടും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടാണ് പറയുന്നത്. കാറിൽ നിന്ന് മിലോയുടെ ശവശരീരം കൂടി കണ്ടതോടുകൂടി ഇവർക്ക് മൂന്നുപേർക്കും ഇപ്പോൾ പേടിയായി. അങ്ങനെ ടെഡ്ഡിയുടെ ഒരു ബോട്ടും എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ടാണ് ഇപ്പൊ ഇവരുടെ പ്ലാന്. കൊലപാതകങ്ങൾക്ക് പിന്നിൽ ജൂത എന്ന് പറയുന്ന ഫാദർ ആണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള പോലീസുകാര് പെട്ടെന്ന് തന്നെ ചർച്ചിലേക്ക് പോകുന്നു. പക്ഷെ അവിടെ പോയിട്ട് അവർ നോക്കുമ്പോൾ ഈ ജൂത എന്ന് പറയുന്ന ഫാദറും മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഒരു പോലീസുകാരൻ അവിടെയായിട്ട് ഒരു ഫോട്ടോ കാണുന്നു. അപ്പൊ തന്നെ അയാൾക്ക് കില്ലർ ആരാണെന്ന് മനസ്സിലാകുന്നു. മറുവശത്ത് ഇവര് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബോട്ടിലേക്ക് എന്തോ വന്ന് ചാടുന്നതിന്റെ സൗണ്ട് ഇവര് കേൾക്കുന്നത്. അതേ കൂട്ടുകാരെ, ആ ഒരു കില്ലർ ഇങ്ങോട്ടേക്കും എത്തിയിട്ടുണ്ട്. ദേ ഈ ഒരു പോലീസുകാരൻ കണ്ട ഫാമിലി ഫോട്ടോ ഇതായിരുന്നു. അതിനർത്ഥം ഇതിലുണ്ടായിരുന്ന ആ കില്ലർ മറ്റാരുമല്ല, സ്റ്റീവി തന്നെയായിരുന്നു. സാം കൂപ്പറിനെ സ്റ്റീവിക്ക് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വെച്ചാണ് പരിചയം. ഏവയും ഡാനിക്കയും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അവർക്ക് ഇത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അന്നത് അറിയാതെ സംഭവിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഏവ നമ്മുടെ സ്റ്റീവിയെ പിന്തിരിപ്പിക്കാനായിട്ട് നോക്കി. പക്ഷെ അവൾ പിന്മാറുന്ന ലക്ഷണമില്ല. ഇവരെ ഉപദ്രവിക്കാനായിട്ട് വരികയാണ്. സ്റ്റീവി ആകട്ടെ ഇപ്പോൾ ഡാനിക്കയെ തീർക്കാനായിട്ട് പിന്നാലെ ഓടിപ്പോകുന്നു. പക്ഷെ അപ്പോഴേക്കും റേ മറ്റൊരു ബോട്ടും എടുത്ത് ഈ ഒരു ബോട്ടിലേക്ക് കയറുന്നു. എന്നിട്ട് തോക്കും ചൂണ്ടിയിട്ട് സ്റ്റീവിയോട് ഡാനിക്കയെ വെറുതെ വിടാനായിട്ട് പറയുന്നു. പക്ഷേ സ്റ്റീവി കേൾക്കുന്നില്ല. ഡാനിക്കയെ ആ ഒരു ഹുക്ക് ഉപയോഗിച്ച് ഉപദ്രവിക്കുന്നത് കണ്ട അപ്പോൾ തന്നെ സ്റ്റീവിയെ വെടിവെച്ചു. അതോടുകൂടി രണ്ടുപേരും വെള്ളത്തിലേക്ക് വീണു. നിലവിലിപ്പോ ഏവ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. റേയും ഏവയും കൂടി ചേർന്ന് ഇപ്പോ കരയിലേക്ക് പോകുന്നു. ഇതേ സമയം ജൂലി ജെയിംസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൊലപാതകങ്ങളെ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കുമ്പോൾ സ്റ്റീവി അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീവി ഒറ്റയ്ക്കല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. യഥാർത്ഥ കൊലയാളി മറ്റാരോ ആണെന്ന് അവൾ കണ്ടെത്തുന്നു. ഏവ റേയുമായിട്ട് സംസാരിക്കുമ്പോൾ റേ പെട്ടെന്ന് ജാക്കറ്റ് വരുന്നുണ്ട്. അപ്പൊ അയാളുടെ കൈകളിലായിട്ട് മുറിവ് കണ്ട നമ്മുടെ ഏവയ്ക്ക് ഒരു കാര്യം വ്യക്തമായി. റേ ആണ് ആ കൊലപാതകി. തന്ത്രത്തില് ഏവ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് പോകുന്നു. റേ അപ്പോ ഏവയോട് പറയുന്നുണ്ട്, ഞാനാണ് കൊലപാതകി എന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഡ്രാമ കളിക്കുന്നേ? റേയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഏവ 18 അടവും പയറ്റി നോക്കി. പക്ഷെ കഴിയുന്നില്ല. അപ്പോഴേക്കും ജൂലി ജെയിംസ് അങ്ങോട്ടേക്ക് പാഞ്ഞെത്തിയിരുന്നു. 1997 നടന്ന ആ ഒരു സംഭവത്തിന് ശേഷം തന്റെ ലൈഫ് തന്നെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൗത്ത് പോർട്ടിലുള്ളവരുടെയൊക്കെ റിവെഞ്ച് എടുക്കാനായിട്ടായിരുന്നു റേയുടെ ഉദ്ദേശം. പെട്ടെന്ന് തന്നെ നമ്മുടെ ഏവ ഒരു സ്പിയർ ഗൺ എടുത്ത് റേക്ക് നേരെ പ്രയോഗിക്കുന്നു. റേയുടെ കഥ അതോടുകൂടി കഴിഞ്ഞു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡാനിക്കയാണ്. അവൾക്ക് പരിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആളിപ്പോഴും ജീവനോടെയുണ്ട്. അങ്ങനെ ഡാനിക്കയും ഏവയും സൗത്ത് പോർട്ടിലുള്ള മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടുന്നു. മറ്റൊരു ട്വിസ്റ്റും കൂടിയുണ്ട്. സ്റ്റീവിക്കും ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളും ഇപ്പോൾ ജീവനോടെയുണ്ട്. അവളെ നമുക്ക് തീർക്കേണ്ടി വരുമോ എന്ന് ഡാനിക്കയും ഏവയും പരസ്പരം ചോദിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ജൂലി ജെയിംസ് മറ്റൊരു സർവൈവർ ആയിട്ടുള്ള കാർള വിൻസനെ കാണാനായിട്ട് പോവുകയാണ്. ജൂലി ജെയിംസിന് ഒരു നോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാരാണ് അയച്ചതെന്ന് അറിയാനായിട്ടാണ് കാർളയുടെ അടുത്തേക്ക് നമ്മുടെ ജൂലി ജെയിംസ് വന്നിരിക്കുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഇറ്റ് ഇസ് ഇൻ ഓവർ. ചുരുക്കി പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ജൂലി ജെയിംസിനെ തേടി വീണ്ടും ഒരു കൊലപാതകി വരുന്നു. ഇങ്ങനൊരു സീൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.